ആസ് ആൻ എഡിറ്റർ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കുറച്ച് ടൂൾസ് ഉണ്ട്. ആൻഡ് അങ്ങനെ ഒരു ടൂളാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്, AI ഇമേജ് എക്സ്പാൻഡ്. സോ നമ്മളൊരു ഫോട്ടോ എടുത്തു, അതിൻ്റെ ലൈറ്റിംഗ്, സബ്ജക്റ്റ്, പെർസ്പെക്റ്റീവ് അതെല്ലാം നല്ലതാണ്, ബട്ട് ഫ്രെയിമിങ് മാത്രം ശരിയല്ല. ആൻഡ് ഈ പ്രോബ്ലംസ് എല്ലാം പ്രോപ്പറായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് AI ഇമേജ് എക്സ്പാൻഡ്. ഇവിടെ നമ്മൾ ഇമേജ് സ്ട്രെച്ച് ചെയ്യുവല്ല ചെയ്യുന്നത്, ഇമേജ് അനലൈസ് ചെയ്തിട്ട് പുതിയ ഡേറ്റ അതിനെ ബേസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യും. ഫസ്റ്റ് നമ്മൾ ഫോർഡിക് ഫയൽ റിപ്പയർ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സോ ഞാനിവിടെ ഓപ്പൺ ചെയ്യുവാണ്. ആൻഡ് ഇതാണ് സോഫ്റ്റ്വെയറിൻ്റെ ഇൻ്റർഫേസ്. ഇവിടെ നമുക്ക് കുറേ ടൂൾസ് അവൈലബിൾ ആണ്. ഇന്ന് നമ്മൾ സ്പെസിഫിക് ആയിട്ട് നോക്കാൻ പോകുന്നത് AI എൻഹാൻസറിൽ AI ഇമേജ് എക്സ്പാൻഡ് ആണ്. സോ ഞാനത് സെലക്ട് ചെയ്യുവാണ്. ഫസ്റ്റ് നമുക്ക് എക്സ്പാൻഡ് ചെയ്യേണ്ട ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കണം. സോ ഞാൻ ഇവിടെ ആഡ് ആൻഡ് ഇമേജ് സെലക്ട് ചെയ്യുവാണ്. ഇവിടെ ഫയൽ എക്സ്പ്ലോറർ ഓപ്പൺ ആയിട്ടുണ്ട്. ഞാനൊരു ഇമേജ് സെലക്ട് ചെയ്യുവാണ്, ദെൻ ഓപ്പൺ കൊടുക്കാം. ആൻഡ് ഇമേജ് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. പുതിയൊരു വിൻഡോ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ ഇൻ്റർഫേസ് എല്ലാം വളരെ സിമ്പിളാണ്. റൈറ്റ് സൈഡിലേക്ക് വരുവാണെങ്കിൽ പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വേണ്ട പ്രോംപ്റ്റ് എന്താണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. AI എക്സ്പാൻഡ് ഇമേജ് സെലക്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ, വേറെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ആൻഡ് ബൈ ദ വേ, നമ്മൾ പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്യുന്ന ടൈമിൽ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോംപ്റ്റ് ഒന്നും ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് നമ്മുടെ മൈൻഡിൽ എന്താണോ ഉള്ളത് അത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഈ ഇമേജ് എക്സ്പാൻഡ് ചെയ്യണം. സോ ഞാൻ ഇവിടെ പ്രോംപ്റ്റ് ബോക്സിലേക്ക് വന്നിട്ട് എക്സ്പാൻഡ് ദിസ് ഇമേജ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. കോംപ്ലക്സ് ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല, സിമ്പിളായിട്ടുള്ള പ്രോംപ്റ്റ് ആണ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ആൻഡ് പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം, JPG ആൻഡ് JPEG ഇമേജസ് മാത്രമേ ഇമേജ് എക്സ്പാൻഡിൽ കറൻ്റ്ലി സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. സോ ഈ രണ്ട് ഫോർമാറ്റിലുള്ള ഇമേജസ് നിങ്ങൾ യൂസ് ചെയ്യുക. ഇനി ഞാൻ ഇവിടെ AI എക്സ്പാൻഡ് ഇമേജ് സെലക്ട് ചെയ്യുവാണ്. ആൻഡ് പ്രോസസ്സിംഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ആൻഡ് ഇമേജിൻ്റെ പ്രോസസ്സിംഗ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ബിഫോർ ആൻഡ് റൈറ്റ് സൈഡിൽ ആഫ്റ്റർ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഇവിടെ ഇമേജസ് സ്ട്രെച്ച് ചെയ്യുവല്ല ചെയ്യുന്നത്, ഇമേജ് AI യൂസ് ചെയ്തിട്ട് അനലൈസ് ചെയ്തിട്ട് ഇവിടെ പിക്സൽസ് ക്രിയേറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹാർഡ് എഡ്ജസോ അല്ലെങ്കിൽ വിസിബിൾ ട്രാൻസിഷൻസോ ഒന്നും കാണാൻ കഴിയില്ല. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബ്ലെൻഡ് ഇവിടെ കിട്ടുന്നതാണ്. ഈ ഇമേജിലേക്ക് നോക്കുവാണെങ്കിൽ അറിയാം, നമ്മൾ റിയൽ ലൈഫിൽ ഫോട്ടോ എടുത്ത പോലെ തന്നെയാണ് ഈ എക്സ്പാൻഡ് ചെയ്ത ഇമേജ് ഇരിക്കുന്നത്. നമ്മൾ AI യൂസ് ചെയ്തിട്ട് ഇമേജ് ഒക്കെ എക്സ്പാൻഡ് ചെയ്യുന്ന ടൈമിൽ വിയേർഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ജനറേറ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് ഈ ഇമേജിലേക്ക് നോക്കുവാണെങ്കിൽ മനസ്സിലാവും, വിയേർഡ് ആയിട്ട് ഒരു AI ജനറേഷൻസും ഇല്ല. നാച്ചുറൽ ആയിട്ട് ഈ ഇമേജ് എങ്ങനെയാണോ ഇരിക്കേണ്ടത് അതുപോലെ തന്നെയാണ് AI യൂസ് ചെയ്തിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കൊരു ഇമേജിൻ്റെ കംപ്ലീറ്റ് മൂഡ് ചേഞ്ച് ചെയ്ത് നോക്കാം. സോ ഞാൻ ഇവിടെ ഹോമിലേക്ക് പോവുകയാണ്. ദെൻ ഹോം സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു സെക്കൻഡ് ഇമേജ് ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഓപ്പൺ സെലക്ട് ചെയ്യാം. ഇമേജ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. എനിക്ക് ഈ ഇമേജിനെ ഒരു കംപ്ലീറ്റ് സൈബർ പങ്ക് മൂഡിലേക്കാണ് മാറ്റേണ്ടത്. സോ ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് വേണ്ട പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുവാണ്. ടേൺ ദിസ് ഇമേജ് ഇൻടു എ സൈബർ പങ്ക് സ്റ്റൈൽ ഇമേജ്. ഓക്കെ, ഇനി ഞാൻ ഇവിടെ AI എക്സ്പാൻഡ് ഇമേജ് സെലക്ട് ചെയ്യുവാണ്. പ്രോസസ്സിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആൻഡ് റിസൾട്ട് ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. റിസൾട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ബെറ്റർ ആയിട്ടും റിയലിസ്റ്റിക്കുമായിട്ടുമാണ് റിസൾട്ട് വന്നിട്ടുള്ളതെന്ന്. നമ്മുടെ ആക്ച്വൽ ഇമേജിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ പെർസ്പെക്റ്റീവ് കാര്യങ്ങളൊന്നും ചേഞ്ച് ചെയ്യാതെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഇമേജിനെ ഒരു സൈബർ പങ്ക് സ്റ്റൈലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊരു എക്സാമ്പിളോട് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഇവിടെ റീട്രൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുവാണെങ്കിൽ വീണ്ടും വേറെ വേർഷൻ ജനറേറ്റ് ആകുന്നതായിരിക്കും. ഓക്കെ, ഞാൻ തിരിച്ച് ഹോമിലേക്ക് പോവാണ്. ഇനി ഞാൻ ഇവിടെ വീണ്ടും AI എക്സ്പാൻഡ് ഇമേജ് സെലക്ട് ചെയ്യുവാണ്. ദെൻ നമുക്ക് അടുത്ത ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇമേജ് സെലക്ട് ചെയ്യുവാണ്. ദെൻ ഓപ്പൺ ചെയ്യാം. ഇനി നമുക്ക് എന്ത് പ്രോംപ്റ്റ് ആണോ വേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എനിക്ക് ഈ ഇമേജിനെ ഒരു വിൻറ്റേജ് സ്റ്റൈൽ മാഗസിൻ കവറായിട്ട് കൺവേർട്ട് ചെയ്യണം. സോ ഞാൻ ഇവിടെ വന്നിട്ട് ടേൺ ദിസ് ഇമേജ് ഇൻടു എ വിൻറ്റേജ് സ്റ്റൈൽ മാഗസിൻ കവർ. ദെൻ നമുക്ക് AI എക്സ്പാൻഡ് ഇമേജ് സെലക്ട് ചെയ്യാം. ആൻഡ് റിസൾട്ട് ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അടിപൊളിയായിട്ട് ഈ ഇമേജിനെ ഒരു വിൻറ്റേജ് സ്റ്റൈൽ മാഗസിൻ കവറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ AI എൻഹാൻസർ യൂസ് ചെയ്യുന്നതിൻ്റെ വേറെ രണ്ട് ബെനിഫിറ്റ്സ് ആണ്. ഒന്ന്, ഇത് ലോക്കലി ആണ് വർക്ക് ചെയ്യുന്നത്. സോ നമ്മുടെ ഇമേജ് ആൻഡ് ഫയൽസ് സേഫ് ആണ്. ഇറ്റ് സ്റ്റേസ് പ്രൈവറ്റ്, നമ്മുടെ സിസ്റ്റത്തിൽ തന്നെ സ്റ്റേ ചെയ്തോളും. രണ്ടാമത്തെ കാര്യം, നമുക്ക് ബാച്ച് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. സോ ഹൺഡ്രഡ്സ് ഓഫ് ഇമേജസ് ഒരേ ടൈമിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓരോന്ന് വെച്ച് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ആഡ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ ഇമേജസ് ഒരേ ടൈമിൽ ബാച്ച് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് നമ്മൾ ഇമേജ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എക്സ്പോർട്ട് സെലക്ട് ചെയ്യുക. ദെൻ നമ്മുടെ സിസ്റ്റത്തിലേക്ക് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞ പോലെ ഈ സോഫ്റ്റ്വെയറിൽ AI എക്സ്പാൻഡ് ഇമേജ് മാത്രമല്ല ഉള്ളത്, AI എൻഹാൻസറിൽ തന്നെ ഡിഫറെൻറ്റ് ടൂൾസ് അവൈലബിൾ ആണ്. വീഡിയോ എൻഹാൻസർ ഉണ്ട്. ബ്ലർ ആയിട്ടുള്ള വീഡിയോസും ലോ ക്വാളിറ്റി വീഡിയോസും എല്ലാം നമുക്ക് അൾട്രാ 4K വീഡിയോയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഫോട്ടോ എൻഹാൻസർ ഉണ്ട്. ദെൻ AI എക്സ്പാൻഡ് ഇമേജ് ഉണ്ട്. വീഡിയോ കളറൈസർ ഉണ്ട്. സോ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വീഡിയോസിനെ കളർ വീഡിയോസ് ആക്കി മാറ്റാൻ പറ്റും. ആൻഡ് ഫോട്ടോ കളറൈസർ ഉണ്ട്. സോ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജസിനെ
കളർ ഇമേജസ് ആക്കി മാറ്റാൻ പറ്റും. ആൻഡ് ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.